നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്വപ്നത്തെക്കുറിച്ച് നിരവധിയായിട്ടുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പാമ്പിനെ സ്വപ്നം കണ്ടാലുള്ള ഫലത്തെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നിരവധിയായിട്ടുള്ള പ്രേക്ഷകർ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പാമ്പിനെ സ്വപ്നം കണ്ടാലുള്ള ഏതാനും ചില കാര്യങ്ങൾ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുള്ളതാണ്. പാമ്പിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ആരും ഭയക്കേണ്ടതില്ല. അതിൽ വളരെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ദോഷകരമായിട്ടുള്ളത്. അതും നമുക്ക് പ്രതിവിധിയിലൂടെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഇത്തരത്തിൽ ചെയ്യുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ കാണുക. പാമ്പിനെ ശകുനം കണ്ടാലും അത് സ്വപ്നത്തിൽ കണ്ടാലും ഭയക്കേണ്ടതില്ല എന്നാണ് നമ്മളുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. പാമ്പ് കഴുത്തിൽ വീഴുന്നതായിട്ടോ ചുറ്റുന്നതായിട്ടോ ഒക്കെ സ്വപ്നം കാണുന്ന പക്ഷം അത് സമ്പന്നനാകുന്നതിന്റെ സൂചനയായിട്ടാണ് ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. പാമ്പ് കാലിൽ ചുറ്റുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അത് ശനിദശ ആരംഭിക്കുന്നതിന്റെ സൂചനയായിട്ടാണ്, അല്ലെങ്കിൽ ശനി ദോഷത്തിന്റെ ആരംഭത്തിന്റെ സൂചനയായിട്ടാണ് പറയുന്നത്. അങ്ങനെ സ്വപ്നം കാണുന്നവർ ശനി ഭഗവാന് അല്ലെങ്കിൽ ശാസ്താവിന് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ നടത്തി പരിഹാരം കാണുക. പാമ്പ് കടിയേറ്റ് ചോര ഒഴുകുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ ശനിദശയുടെ അല്ലെങ്കിൽ ശനിദോഷത്തിന്റെ അവസാനമായി, അല്ലെങ്കിൽ ശനിദോഷം മാറി എന്നാണ് അതിന്റെ ഫലം. പാമ്പ് കടിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അത് സമ്പൽ സമൃദ്ധിയുടെ സൂചനയായിട്ടാണ് പറയപ്പെടുന്നത്. പാമ്പ് നമ്മളെ വിരട്ടി ഓടിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അത് ദാരിദ്ര്യത്തിന്റെ തുടക്കത്തിന്റെ സൂചനയായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മഹാലക്ഷ്മി സങ്കല്പത്തിൽ വഴിപാടുകൾ നടത്തുക. പാമ്പിനെ കൊല്ലുന്നതായിട്ടാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ അത് ശത്രുശല്യം അവസാനിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് പറയപ്പെടുന്നത്. ഭണം വിടർത്തി നിൽക്കുന്ന പാമ്പിനെയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ ഇത് ശത്രുശല്യത്തെ സൂചിപ്പിക്കുന്നതാണ്. കൂടാതെ 2 പാമ്പുകളെയാണ് സ്വപ്നത്തിൽ ഭണം വിടർത്തി നിൽക്കുന്നതായി കാണുന്നതെങ്കിൽ അത് ഐശ്വര്യത്തിന്റെ സൂചനയായിട്ടാണ് പറയുന്നത്. ഇത് ശകുനം കാണുന്നതും ഇതേപോലെ ഗുണപ്രദമാണ്. ഇതേ കാര്യങ്ങൾ തന്നെ ശകുനത്തിലും ചിന്തിക്കുക. നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള സ്വപ്ന ഫലങ്ങൾ പല പ്രേക്ഷകരും ചോദിക്കാറുണ്ട്. സംശയങ്ങൾക്കുള്ള കമന്റുകൾ നിരവധി വരുന്നത് കൊണ്ട് തന്നെ അതിൽ സംശയങ്ങൾക്ക് മറുപടി കമന്റായിട്ട് ചെയ്യുക ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ നല്ലതാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് ഞാൻ മറുപടി ഇത്തരത്തിൽ വീഡിയോയിലൂടെ ചെയ്യുന്നതാണ്. തുടർന്നും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.